ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ അല്ല എല്ലാ ദിവസവും രാവിലെ നേരം വെളുക്കുമല്ലോ. അപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ, സമയം 8 മണി. അപ്പം ഞാൻ പതിവ് പോലെയല്ല, 1-2 ദിവസങ്ങളെ പോകാറുള്ളൂ, പാല് വാങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം സമയം പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അയ്യോ യെസ് സമയം പോയി. ഓക്കെ, ഇല്ല വണ്ടി വരുന്നതേ ഉള്ളൂ. മുകളിലെത്തുമ്പോൾ ചേട്ടൻ ഓണടിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാൻ പറ്റും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓടും. എന്തൊക്കെ പരിപാടിയാണ് കേട്ടോ, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മണ്ണ് വരുവാണ്. തടിയാണെന്ന് തോന്നുന്നു. പാലൊക്കെ കിട്ടി. ഇത്തിരി ഓടേണ്ട വന്നു കേട്ടോ, പക്ഷെ അത് ഓടേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വരെ വന്നത് വെറുതെ വേസ്റ്റ് ആയി പോകില്ല, നമ്മുടെ സമയം എല്ലാം പോകും. അപ്പോൾ അതുകൊണ്ട് ഓടി. പക്ഷെ മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ പണികളും എന്തോ തടി കയറ്റുമൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് കുറേ തുണികൾ വിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇപ്പം ഞാൻ രാവിലെ അലക്കിയിട്ടതാണ്. ഇനിയിപ്പോൾ സ്റ്റാൻഡ് അടുത്തേക്ക്, വാഷിംഗ് മെഷീൻ അടുത്തേക്ക് കൊണ്ടുവച്ച് വിരിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ പരിപാടി. അപ്പോൾ അത് കാരണമാണ്. ഈ സമയത്തൊന്നും നമ്മുടെ ആകുട്ടൻ എഴുന്നേറ്റിട്ടില്ല. എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിരിക്കുന്ന ഓരോ തുണിയും അവളെടുത്ത് നിലത്തിടും. നിലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഞാൻ കഴുകിയിട്ടേക്കുന്നതാണ്, എങ്കിലും നിലത്തിടുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം അതുകൊണ്ട് അവൾ എണീക്കുന്നതിന് മുന്നേ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പട്ടപ്പെട്ടാന്ന് വിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം എന്താ പറയുക, കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏത് ഡ്രസ്സ് കണ്ടാലും അന്നേരം അത് ഇടണം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം നമ്മൾ വൈകുന്നേരം ആയപ്പം ആവക്കുട്ടിക്ക് കുറച്ച് ഗോൾഡ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മലബാർ ഗോൾഡിലേക്ക് വന്നതാണ് കേട്ടോ. നമുക്ക് നടന്ന് വരാനുള്ള ദൂരമുള്ളൂ. വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാർക്ക് ചെയ്യാൻ പോകണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ നടന്നാണ് വന്നത്. അതാകുമ്പോൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ അതിൻ്റെ വണ്ടിയുടെ കാര്യം അവർ നോക്കിക്കോളും. അപ്പം നമുക്ക് അവളുടെ ഒരു പഴയ ചെയിനും ഒരു കമ്മലും മാറാനുണ്ടായിരുന്നു. കമ്മൽ ഉപയോഗിച്ചതല്ല, കമ്മൽ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അത് അവൾ എന്തായാലും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് മാറിയിട്ട് വേറൊരു ചെയിൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഇവിടെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മളിതാ നടന്നു പോവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല സൂപ്പർ വെയിലാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മഴ പെയ്യാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബക്കറ്റിനകത്ത് ഞാൻ കുറച്ച് ഉണങ്ങിയ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്ത് ഇതിൽ മുഴുവൻ നിരത്താനുള്ള ഒരു സെറ്റപ്പിലാണ് കാര്യങ്ങളിപ്പോൾ പോകുന്നത്. അപ്പം അവൾക്ക് തന്നെ നിശ്ചയില്ല എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇറക്കി വിടുവാണെങ്കിൽ അവൾക്ക് ഇവിടെ കളിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ പേടിക്കാനും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ സ്റ്റെയറിൻ്റെ അടുത്തേക്ക് പോകാതെ അത്യാവശ്യം നോക്കിയാൽ മതി. പിന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സി എടുത്തുകൊണ്ട് വരിക, എന്നിട്ട് അവൾക്ക് ഓരോ സാധനങ്ങളും അതിനകത്ത് ഇടുക, അരയ്ക്കുക. അത് നമ്മൾ മേളിൽ ഇങ്ങനെ അമ്മയ്ക്ക് പിടിക്കുമല്ലോ, അപ്പോൾ സെയിം അതേ സംഭവമൊക്കെ അവളും ചെയ്യും കേട്ടോ. അപ്പോൾ ഇരുന്നുകൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് കാരണമാണ് ഞാൻ ഇട്ട് സഹായിച്ചത്. ഇനി അത് അരച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് എന്നുള്ള വെച്ച് വെക്കും. അതായത് നമ്മൾ അരയ്ക്കുമ്പോഴത്തേ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ മിക്സിയുടെ ആ ഒരു സൗണ്ട് കേൾപ്പിക്കും കേട്ടോ. സാധനമോ കണ്ടിട്ട് എനിക്ക് കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഉടുപ്പ് ഓർഡർ ചെയ്തതാണ്, ഒരു ഡ്രസ്സ്. പക്ഷെ അത് എത്രത്തോളം നല്ലതെന്ന് നമുക്കറിയത്തില്ല, നോക്കട്ടെ. പൊട്ടിച്ചേരി പറയുക. എന്നെ തെറി വിളിക്കരുത് പ്ലീസ്. അതെന്തായാലും കാണൂലല്ലോ. അയ്യോ ക്യൂട്ട്. അരവണ്ണം കൂടുതലാ, നീളം കൂടുതലാ. പക്ഷെ ഇച്ചിരി കയറ്റിയിട്ടാ അത്. ഇതെങ്ങനെയാന്ന് അറിയത്തില്ല. അത് കുഞ്ഞ, അത് കറക്റ്റാ അല്ലേ, അത് കുഞ്ഞ. ഒരു തൊര അത് രണ്ടുകൂടെ വെച്ച് കാണിച്ചു ഭയങ്കരമായിട്ട് എനിക്ക്. പക്ഷേ ഓൺലൈനിൽ കണ്ട ആ ഒരു കളർ സെറ്റപ്പ് ഇല്ലല്ലേ. ഇത് വെച്ച് കാണിച്ച് അല്ല ഈ സോഫയിൽ. നല്ല ഇറക്കമുണ്ട്, ഇതാണ് കേട്ടോ. ഇത് അവക്കൊരു 3 വയസ്സാകുമ്പോൾ ഇടാൻ തോന്നുന്നു അല്ലേ, കുഴപ്പമില്ലല്ലേ.
എണീപ്പിച്ച് നോക്കുമ്പോൾ അറിയാം. ഓക്കെ, പാവാല 2 to 3 years ഉള്ളായിരുന്നു അച്ഛാ. പിന്നെ 3 to 4 ഇല്ല, അടിച്ചു വെക്കേണ്ടി വരുള്ളൂ. അപ്പോൾ വൈകുന്നേരം നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആദ്യ കുർബാനയുടെ ഫംഗ്ഷനായിരുന്നു. കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളി ഫംഗ്ഷനായിരുന്നു. ഇത് എനിക്ക് ഇത് 9 വർഷം പഴക്കമുള്ള ഡ്രസ്സാണ് കേട്ടോ എൻ്റെ ഇത്. അപ്പോൾ ഇവിടെ ഇവർക്ക് ഗാനമേളയും പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ഫുഡ് കാര്യങ്ങൾ എല്ലാം അടിപൊളി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ 9 വർഷം മുൻപ് യൂസ് ചെയ്ത, അതായത് എൻ്റെ നേഴ്സിങ്ങിൻ്റെ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ഈ ഇതുണ്ടാവുമല്ലോ, സോഷ്യൽ സെൻഡ് ഓഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, ആ സമയത്ത് എനിക്ക് വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത്. കൊള്ളാമോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത്രയും വർഷത്തെ പഴക്കമുണ്ട്. അതായത് 2017 കൃത്യം 9 വർഷം മുമ്പത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം എന്ന് പറഞ്ഞാൽ ഒന്നിനും വേണ്ടി നമുക്ക് എക്സ്ട്രാ പൈസ കളയരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയതും റോഡിൽ നിന്നാണ്, നിർത്തുന്നതും റോഡിൽ വെച്ചാണ് കേട്ടോ. എല്ലാത്തിനും രാവിലെ പോയിട്ടുമാണ്. കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഞാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട ആ ഒരു സ്കേർട്ടും ടോപ്പുമാണ്. അപ്പം അത് ഇച്ചിരി വലുതായിരുന്നു കേട്ടോ. അല്ലാതെ 2 to 3 years വരുന്ന ഒരു സംഭവമാണ്, വേറെ ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ അത് എത്രത്തോളം കറക്റ്റ് ആവുമെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആവറേജ് വെച്ചിട്ടാണ് തയ്പ്പിച്ചേക്കുന്നത്. അപ്പോൾ അവൾ നല്ല ഉറക്കത്തിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോകുന്നതാണ്. അല്ലെങ്കിൽ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വാശി പിടിക്കും. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. പക്ഷേ ചേച്ചി ഞാൻ ചെന്നപ്പോഴത്തേക്കും തയ്ച്ചിട്ടില്ലായിരുന്നു, ചെന്ന് കഴിഞ്ഞിട്ടാണ് തയ്ച്ചത്. അപ്പോൾ ഓക്കെ, നമ്മുടെ എന്താ പറയുക ഷോപ്പിംഗ്. ആ കുട്ടിക്ക് നമ്മൾ എടുത്തത് ചെയിനാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. വീഡിയോയിൽ ആ ഭാഗം കാണിച്ചോന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എടുത്തത് ചെയിൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ചെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക പൊട്ടി അവൾ അത് എവിടെ ചാടിപ്പോയി എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് കുറേ സംഭവം നഷ്ടമായി പോയി അതിൻ്റെ അകത്തുനിന്ന് കേട്ടോ. ഒത്തിരി സംഭവം പോയി. അപ്പോൾ അതുകൊണ്ടത് വൻ നഷ്ടത്തിലാണ് നമ്മൾ കൊടുത്തത്. ഇനിയും അതാ കയ്യിൽ പൊട്ടിയത് കയ്യിൽ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു, മാറിയെടുത്തു കേട്ടോ. മാറിയെടുത്തു, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ സാധനം വേണമല്ലോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.